ഇന്ന് നമ്മളെ ഒരു 4 or 5 മാജിക്കൽ വേർഡാണ് പഠിക്കാൻ പോണത്. മാജിക്കൽ വേർഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അതിൽ വലിയ ടെൻഷനൊന്നും പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടി ഒന്ന് അടിപൊളിയാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുഞ്ഞൻ കുഞ്ഞൻ മാജിക്കൽ വേർഡ് ഏതെങ്കിലും ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നോ? അപ്പൊ അത് പറയുമ്പോൾ ഇങ്ങനെ ടെൻസിനെ കുറിച്ച് അധികം നമ്മൾ ടെൻഷനൊന്നും ആവണ്ട. അതിൽ നമ്മൾ കുറച്ച് ഈ കുഞ്ഞൻ മാജിക്കൽ വേർഡിനെ ഉപയോഗിച്ചിട്ട് സംസാരിക്കും. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്, കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഒന്നാമത്തെ മാജിക്കൽ വേർഡാണ് ജസ്റ്റ്. ഇതാണോ മാജിക്കൽ വേർഡ് എന്ന് നിങ്ങൾ വിചാരിച്ചോ? പക്ഷെ നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ജസ്റ്റ് അവിടെ ആഡ് ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നമ്മൾ വരുത്തി, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് ആ ജസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ജസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വിചാരിച്ചാൽ, ഐ ജസ്റ്റ് വോക്ക് അപ്പ്, ഞാൻ ഇപ്പൊ എഴുത്തതേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് എന്ന് പറയണത് ഇപ്പോൾ എന്നൊരർത്ഥമുണ്ട്. പിന്നെ നമ്മൾ പറയില്ലേ ഒന്നാന്നൊരർത്ഥമുണ്ട്, വെറും എന്നൊരർത്ഥമുണ്ട്. അപ്പൊ നിങ്ങൾ ഈ അർത്ഥം ഒന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്ന അർത്ഥമുണ്ട്, പിന്നെ ഒന്നൊരർത്ഥമുണ്ട്, പിന്നെന്താണ് വെറും ഒരർത്ഥമുണ്ട്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് ഈ അർത്ഥങ്ങൾ നമ്മുടെ സെന്റൻസിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാവേ. ഐ ജസ്റ്റ് വോക്ക് അപ്പ്, ഞാൻ ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്ന് പറയാൻ നമ്മൾ എന്താ അവിടെ ഉപയോഗിച്ചത്? ജസ്റ്റ് ആണ്. അപ്പൊ ഐ വോക്കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റു എന്നാണ് അർത്ഥം. പക്ഷെ ഞാൻ ഇപ്പൊ ഏറ്റതേ ഉള്ളൂ, നമുക്ക് അതാണ് കുറച്ചും കൂടി പറയേണ്ട കാര്യം. അപ്പൊ നമ്മൾ എങ്ങനെ പറഞ്ഞു? ഐ ജസ്റ്റ് വോക്കപ്പ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയാണ്, ഐ ജസ്റ്റ് റിമെമ്പേർഡ് യുവർ നെയിം, ഞാനിപ്പോ നിന്റെ പേര് ഓർത്തതേ ഉള്ളൂ. അവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താ? ഇപ്പോൾ. ഐ ജസ്റ്റ് റിമെമ്പേർഡ് യുവർ നെയിം, ഞാൻ ഇപ്പൊ നിന്റെ പേര് ഓർത്തതേ ഉള്ളൂ. അപ്പൊ ഞാൻ പേര് ഓർത്തതേ ഉള്ളൂ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ എന്തായി, നാച്ചുറലായി ഐ ജസ്റ്റ് റിമെമ്പേർഡ് യുവർ നെയിം എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ചിലപ്പോഴൊക്കെ ചോദിക്കും, ക്യാൻ ഐ ജസ്റ്റ് സിറ്റ് ഹിയർ, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. ഒന്ന് ഇരുന്നോട്ടെ. ആ ഒന്നെന്ന് പറയുന്നത് ഈ വൺ എന്ന അർത്ഥമാണോ? അല്ല, അത് നിങ്ങൾ ഓർക്കുക. ക്യാൻ ഐ ജസ്റ്റ് സിറ്റ് ഹിയർ, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. അപ്പൊ നമ്മൾ ക്യാൻ ഐ സിറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്നായി. പക്ഷെ നമ്മുടെ സംസാരം കുറച്ചും കൂടെ നാച്ചുറൽ ആക്കാൻ നമ്മൾ പറയാണ് ക്യാൻ ഐ ജസ്റ്റ് സിറ്റ് ഹിയർ, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. അവിടെ നമ്മൾക്ക് എന്താണ് അർത്ഥം വന്നത്? ഒന്ന് എന്നാണ് അർത്ഥം വന്നത്. ഹി ഈസ് ജസ്റ്റ് ജോക്കിംഗ്. ഹീസ് ജോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അവന് തമാശക്കാരനാണ്. അവനിപ്പോ എന്തൊക്കെയോ തമാശയാണ് പറയുന്നത് എന്നർത്ഥം. അവനിപ്പോ എന്തൊക്കെയോ തമാശയാണ് പറഞ്ഞത്. അപ്പൊ ഹി ഈസ് ജസ്റ്റ് ജോക്കിംഗ്, അവൻ വെറും തമാശയാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്ന അർത്ഥമുണ്ട്, ഒന്ന് എന്നുള്ള അർത്ഥമുണ്ട്, വെറും എന്ന അർത്ഥമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ ഈ ഒന്നെന്ന് എന്താണെന്നും വെറും? ഹി ഈസ് ജസ്റ്റ് ജോക്കിംഗ്, വെറും തമാശയാണ് അവൻ പറയുന്നത്. അപ്പൊ ജസ്റ്റ് ക്ലിയർ ആയേ? നമ്മുടെ സെന്റൻസുകളിൽ ഇത് ഉൾപ്പെടുത്തണം. ജസ്റ്റിന്റെ അർത്ഥവും മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ച ഗ്രാമറിന് ഇത് പ്രാധാന്യമില്ല. ഗ്രാമറിനേക്കാൾ കൂടുതൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേർത്തിട്ട് നമ്മുടെ സെന്റൻസ് ജസ്റ്റ് ഒന്ന് അടിപൊളിയാക്കി അല്ലെ. ഇനി നമ്മൾ ഒരു മാജിക്കൽ വേർഡ് ടു, ഓൾറെഡി. ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഇതിനകം. അപ്പൊ നമ്മൾ സെന്റൻസ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഐ ഓൾറെഡി ടോൾഡ് യു, ഞാൻ നിന്നോട് ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലേ. അതിനേക്കാളും നമ്മൾ പറയുന്നതാണ് ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതല്ലേ. അങ്ങനെ ഒരു അർത്ഥത്തിനാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഐ ഓൾറെഡി ടോൾഡ് യു. ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഇതിനകം എന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ കൂടുതൽ ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. ഐ ഓൾറെഡി ടോൾഡ് യു. ദേ ഓൾറെഡി ഫിനിഷ്ഡ്, അവര് ജോലി തീർത്തു. ദേ ഓൾറെഡി ഫിനിഷ്ഡ് ദെയർ വർക്ക്, അവരുടെ ജോലി ഇതിനകം തന്നെ അവർ തീർത്തു. നീ പറയുന്നതിനൊക്കെ മുമ്പേ തന്നെ അവരത് തീർത്തു. ദേ ഓൾറെഡി ഫിനിഷ്ഡ് ദെയർ, അവിടെ നമ്മൾ ഓൾറെഡി ഇതിനകം തന്നെ. അല്ലെങ്കിൽ നീ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നാണ് നമ്മൾ, നീ പറയുന്നതിന് മുമ്പേ തന്നെയൊക്കെ അവരുടെ ജോലി. ദേ ഓൾറെഡി മനസ്സിലാവുന്നുണ്ടല്ലോ. ദേ ഓൾറെഡി, പിന്നെ ദേ മാറ്റി നമുക്ക് ഹി ഓൾറെഡി ലെഫ്റ്റ്.
അവൻ പോയല്ലോ. അവിടെ ഇതിനകം എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നമ്മൾ പറയാൻ ഉദ്ദേശിച്ചു ആ അവൻ പോയല്ലോ, നീ വരുന്നതിന് മുമ്പേ പോയല്ലോ. ദേ ഓൾറെഡി ലെഫ്റ്റ്, ഓൾറെഡി. അപ്പം ലെഫ്റ്റിൻ്റെ ഒക്കെ ക്ലാസ് ഞാൻ എടുത്ത് തന്നാ കേട്ടോ, എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അതൊക്കെ നമ്മുടെ ഇനിയിപ്പോൾ ലിങ്ക് തരാൻ അത്ര പോസിബിൾ അല്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് പഠിക്കണം കേട്ടോ. ഷീ ഓൾറെഡി നോസ് ദിസ്. അവൾക്ക് നീ പഠിപ്പിക്കുന്നതിനൊക്കെ മുമ്പേ തന്നെ ഇത് അറിയാം. ഷീ ഓൾറെഡി നോസ് ദിസ്. അവൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഇതിനകം എന്നാണ് അർത്ഥം. അപ്പൊ ജസ്റ്റിന് കുറേ അർത്ഥങ്ങളുണ്ട്. ഓൾറെഡി നമ്മുടെ ഒരു സംസാരത്തിന്റെ ഭാഷ അനുസരിച്ച് അല്ലെങ്കിൽ ആ സ്ലാങ് അനുസരിച്ച് നിങ്ങൾ അതിനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഇതിനകം എന്നാണ് അർത്ഥം. ഇനി സ്റ്റിൽ. എന്താണ് സ്റ്റിൽ എന്ന് പറഞ്ഞാൽ? സ്റ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇപ്പോഴും. നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റിൽ, ഇപ്പോഴും. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒരു സെന്റൻസ് ഉണ്ടാക്കിക്കേ. ആർ യു സ്റ്റിൽ there? നീ ഇപ്പോഴും അവിടെയാണോ? നീ ഇപ്പോഴും അവിടെയാണോ? ആർ യു there? നീ അവിടെയാണോ? ആർ യു സ്റ്റിൽ there? നീ ഇപ്പോഴും അവിടെയാണോ? അപ്പൊ എന്താണ് ഒരു നാച്ചുറലായിട്ട് തോന്നുന്നത്? നമ്മളവിടെ സ്റ്റില്ല് കൊടുത്തപ്പോൾ ആർ യു സ്റ്റിൽ there? നീ ഇപ്പോഴും അവിടെയാണോ? സ്റ്റില്ല് കൊടുത്തു. ഇപ്പോഴും എന്ന അർത്ഥത്തിലാണ് നമ്മൾ സ്റ്റില്ല് കൊടുത്തത്. ഷീ ഈസ് സ്റ്റിൽ ടോക്കിംഗ്. അവൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഷീ ഈസ് ടോക്കിംഗ്, അവൾ സംസാരിക്കുകയാണ്. ഷീ ഈസ് സ്റ്റിൽ ടോക്കിംഗ്, ഇപ്പോഴും അവൾ നിർത്തിയിട്ടില്ല. സ്റ്റിൽ ടോക്കിംഗ്, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും. ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനിങ്, ഇപ്പോഴും മഴ പെയ്യാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനിങ്, നമ്മൾ മഴക്കാലത്തൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനിങ്, ഇപ്പോഴും മഴ പെയ്യുകയാണ്. പിന്നെ ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്, ഇപ്പോഴും ഞാൻ ആ ദിവസം ഓർക്കാറുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഡേ, ഇപ്പോഴും ഞാൻ ആ ദിവസം ഓർക്കാറുണ്ട്. അപ്പോൾ സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്നാണ് അർത്ഥം വരുന്നത്. ഇനി യെറ്റ് ഞാൻ പറഞ്ഞ് മടുത്ത കാര്യമാണ് യെറ്റ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ എന്നാണ് അർത്ഥം. യെറ്റ്, ഇതുവരെ. ക്ലിയർ? അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് മലയാള സെന്റൻസ് പറയാവേ. അവൻ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളുടെ നോട്ട് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എഴുതി വെക്കുക. അവൻ ഇതുവരെ വന്നിട്ടില്ല, അല്ലെങ്കിൽ അവൻ ഇനിയും വന്നിട്ടില്ല. അങ്ങനെ ആ രണ്ടർത്ഥത്തിൽ. അവൻ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അവളെ ഇതുവരെ വിളിച്ചിട്ടില്ല. ജോലി ഇനിയും തീർന്നില്ലേ? ജോലി ഇതുവരെ തീർന്നില്ലേ? ജോലി ഇനിയും തീർന്നില്ലേ? ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കമന്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ ചെയ്യണം. കാരണം ഇത് നമ്മൾ 1000 ടൈംസ് പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ ഇത് ചെയ്യണം കേട്ടോ. അപ്പോൾ യെറ്റായി, നമ്മുടെ മാജിക്കൽ വേർഡ് എന്തൊക്കെയായിരുന്നു? ജസ്റ്റ്, ഓൾറെഡി, സ്റ്റിൽ, യെറ്റ്. 4 എണ്ണമായി. അപ്പോൾ ഈ 4 എണ്ണവും നമ്മുടെ സെൻറ്റൻസുകളിൽ ഉപയോഗിച്ച് നിങ്ങൾ പഠിക്കണം. കാരണം ആ സെൻറ്റൻസുകൾ, ഈ മാജിക്കൽ വേർഡ് ഉപയോഗിക്കുമ്പോഴുള്ള സെൻറ്റൻസും അല്ലാതെ സെൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ സെൻറ്റൻസിൽ ഉൾപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഏപ്രിൽ 1-ാം തീയതി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗ്രാമർ ക്ലാസ്സുകൾ തുടങ്ങുന്നുവെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു. പക്ഷേ ആ ദിവസങ്ങളിൽ നമുക്ക് എന്താ പറയുക, ഈസ്റ്ററൊക്കെ വരുന്ന ഒരാഴ്ചയാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാരൻസ് കുട്ടികൾക്ക് ഗ്രാമർ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതാ വന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. മാതാപിതാക്കൾ ഒരിക്കലും മടിക്കരുത്, കുട്ടികളെ ഇംഗ്ലീഷ് ഈ അവസരത്തിൽ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്പർ തന്നിട്ടുണ്ട്, ഒരു മടിയും കൂടാതെ എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.